കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന HSA സോഷ്യൽ സയൻസിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഫാക്റ്റുകളും SCERT NCERT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകേണ്ട ഏരിയകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും ഈ ഒരു ക്ലാസ്സിൽ അങ്ങ് പഠിച്ചു പോവാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം നമ്മുടെ റിട്ടുകൾ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം 5 റിട്ടുകളാണ് അല്ലേ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇതിൽ ഹെബിയസ് കോർപ്പസ് തന്നിട്ടുണ്ട്, മാൻഡമസ് തന്നിട്ടുണ്ട്, സെർഷ്യോററി തന്നിട്ടുണ്ട്, ക്വാ വാറന്റോ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ടാണ് തന്നിട്ട്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് ഈ പറയുന്ന റിട്ടുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. ആർട്ടിക്കിൾ 32 പ്രകാരം വരുന്ന നമ്മുടെ ഈ പറയുന്ന അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റിട്ടുകളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫാക്ടുകൾ കൂടെ നോക്കി പോകാനായിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഇത് നോക്കാം. അപ്പൊ ഹെബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 റിട്ടുകളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അതിൽ ഹെബിയസ് കോർപ്പസ് എന്തുമായിട്ടാണ് വരുന്നത്? ടു പ്രൊഡ്യൂസ് ദ ഡീറ്റൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നതാണ് അല്ലെ. എന്താണ്, ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിനെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഏതാണ് വരുന്നത്? ഒന്ന് D ആണ് വരുന്നത്. രണ്ടാമത്തെ റിട്ട് ഏതാ ചോദിച്ചിട്ടുള്ളത്? മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് വെച്ചാൽ എന്താ? മാൻഡമസിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താ? നമ്മുടെ ഈ പറയുന്ന ഒരു വ്യക്തിനോട് മാനിനോട് നമ്മൾ കൽപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൽപ്പിക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്? ടു എ പേഴ്സൺ ടു പെർഫോം ഹിസ് ലീഗൽ ഡ്യൂട്ടി. അപ്പോൾ അയാളുടെ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അയാളോട് നമ്മൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യേ, കൃത്യമായിട്ട് പണി ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാനിനോട് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ കൽപ്പിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ C ആണ് വരുന്നത്. മൂന്നാമത്തെ റിട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? നമ്മുടെ സെർഷ്യോററി എന്ന് പറയുന്നതാണ്. സെർഷ്യോററി എന്ന് വെച്ചാൽ എന്താണ്? റിമൂവൽ ഓഫ് എ സ്യൂട്ട് ഫ്രം എ ഇൻഫീരിയർ കോർട്ട് ടു എ സുപ്പീരിയർ കോർട്ട്. നമ്മുടെ ഈ പറയുന്ന കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഏതെങ്കിലും കേസുകൾ എന്ത് ചെയ്യാണ്? നമ്മൾ മേൽക്കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു റിട്ടിനെയാണ് നമ്മൾ സെർഷ്യോററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ C ഏതാണ് വരുന്നത്? CA ആണ് മാച്ച് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ നാലാമത്തെ ക്വാ വാറന്റോ എന്ന് പറയുന്ന മറ്റൊരു റിട്ടൂടെ വരുന്നുണ്ട്. അതേതാണ്? ഈ പറയുന്ന ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്വാ വാറന്റോ എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ് അല്ലെ. ഒരു വ്യക്തിനെ അയാൾക്ക് അർഹമല്ലാത്ത പൊസിഷൻ അയാൾ വഹിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ക്വാ വാറന്റോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് 5 റിട്ടുകൾ, 4 റിട്ടുകളെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 5 റിട്ടുകളാണ് നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആയിട്ട് ആർട്ടിക്കിൾ 32 പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഏതാ നമ്മൾ ഉത്തരം വരുന്നത്? ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചതാണ് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിനെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്തു വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? നമ്മുടെ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ പിന്നെ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് എവിടുന്നാണ്? ബ്രിട്ടണിൽ നിന്നാണ് അല്ലെ. റിട്ട് ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ട് പ്രാസ് ഒപ്പിച്ച് അവിടെ ഉണ്ട് പഠിച്ചു വെക്കുക. അപ്പൊ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടുന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടണിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ SCERT NCERT ഭാഗങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ പറയുന്ന റിട്ടുകളൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വാ വാറന്റോ, സെർഷ്യോററി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത പ്രൊഹിബിഷനെ കൂടെ ഇവിടെ അങ്ങ് പഠിച്ചു വെക്കുക. എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്? ഹൈക്കോർട്ട് ഒരു എന്താണ് കീഴ്ക്കോടതി അവരുടെ അധികാര പരിധി ലംഘിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ട്, അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് 5 റിട്ടുകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് നൽകുന്നത്. സോ അത് കൃത്യമായിട്ട് തന്നെ അവിടെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ SCERT NCERT ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ആർട്ടിക്കിൾ 18മായി ബന്ധപ്പെട്ടുകൊണ്ട്, ആർട്ടിക്കിൾ 18 നമുക്കറിയാം അല്ലെ, ടൈറ്റിൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആർട്ടിക്കിൾ 18 പറയുന്ന കാര്യം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ആർട്ടിക്കിൾ 18 ഈ പറയുന്ന ടൈറ്റിൽസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്, ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട് അക്കാഡമിക്കും അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടുള്ള ടൈറ്റിൽസ് ഒഴികെയുള്ള ടൈറ്റിൽസ് എന്താണ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ടൈറ്റിൽസ് അക്കാഡമിക് ഓക്കെ, അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടുള്ള ടൈറ്റിൽസ് അല്ലാതെയുള്ള ടൈറ്റിൽസുകൾ റിമൂവ് ചെയ്യുക, അത് അബോളിഷ് ചെയ്യുക എന്നുള്ള കാര്യം ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൾ അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും എന്ത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല? ഈ പറയുന്ന ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഫോറിൻ സ്റ്റേറ്റിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഓഫീസുകളോ പ്രോഫിറ്റുകളോ ട്രസ്റ്റുകളോ അതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പാടില്ല? അത്തരത്തിലുള്ള ടൈറ്റിൽസുകളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, അബോളിഷ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? നോ പേഴ്സൺ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ഷാൾ വിതൗട്ട് ദ കൺസെന്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഇത്തരത്തിൽ ഏതെങ്കിലും ഫോറിൻ സ്റ്റേറ്റിന്റെയോ മറ്റോ എന്ത് ചെയ്യുക? ഈ പറയുന്ന ട്രസ്റ്റുകളോ മറ്റോ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും എന്താണ്? ആർട്ടിക്കിൾ 18 അണ്ടറിൽ തെറ്റാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള അബോളിഷ് ചെയ്തിട്ടുള്ള ടൈറ്റിൽസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം ആർട്ടിക്കിൾ 18 ഏതൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. നമ്മുടെ ഓപ്ഷനിൽ ഇതാ ABCD നമ്മുടെ C ആണല്ലേ ഉത്തരം വരുന്നത്. ഈ പറയുന്ന 4 എണ്ണവും എന്ത് തന്നെയാണ്? നമ്മുടെ ആർട്ടിക്കിൾ 18 അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഭാഗവും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ NCERT വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ NCERT ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം ആർട്ടിക്കിൾ 18 കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 18 തന്നെ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് 4 ഭാഗങ്ങൾ ഏതൊക്കെ ടൈറ്റിൽസ് ആണ് അതിൽ അബോളിഷ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഞാൻ എഗെയിൻ പറയാണ് SCERT NCERT എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ DPSPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DPSP എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആർട്ടിക്കിൾ 50, 42 അതുപോലെ തന്നെ 51, 44 എന്ന് പറയുന്ന 4 ആർട്ടിക്കിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താണ് അതിൽ പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന DPSPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കുറച്ചധികം ആർട്ടിക്കിൾസ് നമുക്ക് നോക്കി പോകാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ SCERTയിലും NCERTയിലും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയാസിന്റെ ലിബറൽ ഐഡിയാസിന്റെ ബേസിലെല്ലാം നമ്മുടെ DPSP എന്ന് പറയുന്നത് വരുന്നുണ്ട് അല്ലെ. നമുക്ക് എന്തായാലും അത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, നമ്മൾ എന്ത് ചെയ്യാം? അന്താരാഷ്ട്ര സമാധാനവും അതുപോലെ തന്നെ സുരക്ഷയും നിലനിർത്തുക എന്നത് മെൻഷൻ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51 ആണ് അല്ലെ. ആർട്ടിക്കിൾ 51 നമ്മുടെ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഏതാണ്? യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44 ആണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ഏതാണ്? ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ ആൻഡ് കണ്ടീഷൻ ഓഫ് വർക്ക്, എന്താണ് കൃത്യമായിട്ട് നല്ല ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 42 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിനെ
തന്നെ ജുഡീഷ്യറിന്റെയും ആ ഒരു സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞു പോകുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നമ്മുടെ DPSPയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതല്ലാതെയുമുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ പഠനങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആർട്ടിക്കിൾ 39D എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ആർട്ടിക്കിൾ ആണ്. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മുടെ DPSPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ 37 കൂടെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ആർട്ടിക്കിൾ 37 എന്താ പറയുന്നത്? ഈ പറയുന്ന DPSP അതായത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ് എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 37 പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 40 ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 40 എന്താ പറയുന്നത്? നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ വന്നിട്ടുള്ള നമ്മുടെ വില്ലേജ് പഞ്ചായത്തുകൾ അല്ലെ, വില്ലേജ് പഞ്ചായത്തുകൾ ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 40 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 42 പറഞ്ഞു പോകുന്ന നമ്മുടെ ഈ പറയുന്ന മെറ്റേണിറ്റി ലീവുകളുമായുണ്ടല്ലോ, സ്ത്രീകളുടെ പ്രസവാവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ 42 പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന 47 ആർട്ടിക്കിൾ 47 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. 47 എന്താണ്? നമ്മുടെ ഈ പറയുന്ന മനുഷ്യന്റെ ഹെൽത്തുമായി, ഹ്യൂമൻ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്കുകളുടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് സ്റ്റേറ്റിന് അതിനുള്ള കൺട്രോളുകൾ കൊണ്ടുവരാനായിട്ട്, അത് നിരോധിക്കാനായിട്ട് പറ്റുന്നതാണ് എന്നുള്ള കാര്യം. അത്തരത്തിലുള്ള മദ്യപാനം, ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളുമായി, വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 47 പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 48 ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗോവധം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ആർട്ടിക്കിൾ 48A നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾസ് അതിൽ വരുന്നുണ്ട്. സോ നമ്മുടെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടമെടുത്തിട്ടുള്ള, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ DPSP എന്ന് പറയുന്ന ആശയങ്ങളെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് NCERTയുടെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്ന DPSP അതല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ എല്ലാ സെക്ഷൻസിലുള്ള ആളുകളുടെയും ഒരു ക്ഷേമം, അതുപോലെ തന്നെ പ്രോഗ്രസ് ആണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് എൻഫോഴ്സിബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ ഈ പറയുന്ന കോർട്ടിനെ സമീപിക്കാനായിട്ടോ മറ്റോ പറ്റില്ല, ജസ്റ്റിസിബിൾ അല്ല, നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ DPSP എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 36, അത് വിട്ടുപോയി, ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയുള്ള ഭാഗത്താണ് നമ്മുടെ ഈ പറയുന്ന DPSP എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഭാഗം 4 മെൻഷൻ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ എന്ത് ചെയ്യാം, അത്തരത്തിൽ നമ്മൾ DPSPയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം അവിടെ, ആർട്ടിക്കിൾസ് എല്ലാം അവിടെ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോവാ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കോട്ടാണ് തന്നിട്ടുള്ളത്. ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ്. We are little men serving great causes, but because the cause is great, something of that greatness fall upon us also എന്ന് പറയുന്ന ഒരു കോട്ടാണ് നമ്മുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ ഇൻഡിപെൻഡൻസുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആ ഒരു സാഹചര്യത്തില് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ്? മഹാത്മാഗാന്ധി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെഹ്റു, അംബേദ്കർ, വല്ലഭായ് പട്ടേൽ. ഇതിൽ ആരാ നമ്മുടെ ഉത്തരം വരുന്നത്? നമ്മുടെ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് എന്ത്? We are little men serving great causes, but because the cause is great, something of that greatness fall upon us എന്ന് പറയുന്ന ഒരു കോട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ SCERT, NCERT ഒക്കെ നമ്മുടെ SCERT ഇമ്പോർട്ടൻസ് എഗെയിൻ ഞാൻ എടുത്തു പറയാണ്. അതിലൊക്കെ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് തറവാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതും ഒരു കോട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ 1949 ഇന്ത്യ ബിക്കേം ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡോപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോട്ടാണ്. അത്യാവശ്യം വലിയൊരു കോട്ട് തന്നെയാണ്. അപ്പൊ ഇതാരാണ്
പറഞ്ഞിട്ടുള്ളത് ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ആന്റോണി ഏഡൻ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റൊണാൾഡ് സേഗൽ, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ആരുടെയാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ അല്ലെ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഗ്രാൻവില്ലെ ഓസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന DPSP അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ച ആൾ കൂടിയായിരുന്നു ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ഒന്നുകൂടെ നോട്ട് ചെയ്ത് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാഗ്ബടാനന്ദ ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ റിഫോമേഴ്സ്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർഗനൈസേഷൻസും എല്ലാം എന്താണ്? നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് കേരള ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ത്യ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടെ അവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന സംഘടന അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ബ്രഹ്മാനന്ദ ശിവയോഗിന്റെ ഡിസൈപ്പിൾ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ എന്ന് പറയുന്നുണ്ട്. നാലാമതായിട്ട് അഭിനവ കേരളം എന്ന് പറയുന്ന ഒരു ജേണൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സോ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്? നമ്മുടെ തെറ്റായിട്ട് വരുന്നത്, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ആണല്ലേ. രണ്ടാമത്തെ ഈ പറയുന്ന ആത്മബോധോദയ സംഘം എന്ന് പറയുന്നത് 1932 കാലഘട്ടങ്ങളിലായിട്ട് ബ്രഹ്മർഷി സുഭാനന്ദ ഗുരുദേവ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ സോഷ്യൽ റിഫോമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ അതുകൂടെ ഒന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ HSAയുടെ എക്സാംസ് ഒക്കെ നമുക്ക് അടുത്തോണ്ട് നിൽക്കുകയാണ് അല്ലേ. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകേണ്ട ദിവസങ്ങളാണ്. കാരണം ഇനി ആ ഒരു വാസ്റ്റ് സിലബസ് ആദ്യം തൊട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്കായിട്ട് മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലെവൽ എവിടെയാണ് വീക്കായിട്ട് നിൽക്കുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. സോ ആ എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എവിടെയാണ് വീക്കായിട്ട് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഇനി എന്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു പോവേണ്ടത് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളിലോട്ട് എത്തി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഫെമിലിയർ ആവുക, കോണ്ടന്റ് ആയിട്ട് നമ്മൾ ഫെമിലിയർ ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 1942 കാലഘട്ടത്തിലെ നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോട്ടാണ്. ഇതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ is a movement to purify caste by ridding it of its most pernicious result എന്നാണ് പറഞ്ഞത്. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന കാസ്റ്റ് റിഡിലിംഗ് ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിൽ നിന്നും മാറി ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എത്തുന്നതിനുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ആരുടെ വാക്കുകളാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലെ. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. സോ ഓർമ്മിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ആ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറയുന്ന HCERT, NCERT ഈ ഭാഗങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ
മാത്രമേ ഇനി നമ്മുടെ മുന്നിലായിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് പോവേണ്ട ദിവസങ്ങളാണ് ഇനി. അപ്പോൾ ഒരു കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ബാച്ചുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ PDF ലൈവ് ക്ലാസ്സുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മോഡൽ എക്സാമിന്റെ കാര്യങ്ങളൊന്നും മറന്നു പോകേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാവരും പഠിക്കുക. സോ താങ്ക് യു.